എഫേസ്യ ലേഖനം 4 അധ്യായം 17 മുതൽ 24 വരെയുള്ള ഭാഗങ്ങളിലെ ആത്മാവിൻ്റെ പുതുക്കം 6 ഭാഗം. എഫേസ്യ ലേഖനം 4:21 പറയുന്ന സത്യമെന്നത് എന്നും സ്ഥായിയായി നിൽക്കുന്നതും ഒരിക്കലും ഇളകിപ്പോകാത്തതുമാകുന്നു. അത് ക്രിസ്തു മാത്രമാണ്. പഴയ മനുഷ്യൻ അസത്യവും ജീർണിക്കുന്നതുമാണ്. ജീർണിക്കാത്ത പുതിയ മനുഷ്യനാണ് ക്രിസ്തു. അവനാണ് സത്യം. അവനിൽ ജീവിക്കുന്നവനാണ് ഇളകിപ്പോകാത്ത സത്യം. പഴയ മനുഷ്യൻ്റെ പ്രധാന ലക്ഷണം മോഹപൂർണത്തിന് വേണ്ടിയുള്ള വെമ്പലും വ്യഗ്രതയുമാണ്. ഈ മോഹങ്ങൾ സാധിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ജീർണിക്കുന്ന പഴയ മനുഷ്യൻ ചിന്തിക്കുന്നു. എന്നാൽ അവ സാധ്യതമായാലും മോഹങ്ങളുടെ പൂരണം കൊണ്ട് മനുഷ്യൻ തൃപ്തനാകുന്നില്ല. ഈ മോഹങ്ങൾ വഞ്ചിക്കുന്നതും അസത്യം, അന്ധകാരം, ജീർണത എന്നിവയിലേക്കുള്ള വഴിയുമാണ്. സ്നേഹം സത്യവും, വിദ്വേഷവും വൈരാഗ്യവും അസത്യവുമാണ്. സത്യം മാത്രമാണ് ക്രിസ്തുവിൽ നിന്നുള്ളത്. അവിശ്വാസികളുടെ ജീവിതവും വിശ്വാസികളുടെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം സഭയുടെ സാക്ഷ്യമാണ്. ഈ വ്യത്യാസം പ്രധാനമായും ധാരണയിലും വിവേചനത്തിലും ജീവിത ലക്ഷ്യ ദർശനങ്ങളിലുമാണ് പ്രതിഫലിക്കുന്നത്. അവിശ്വാസികൾ ഹൃദയകാഠിന്യവും മാനസിക അന്ധകാരവും നിമിത്തം ധനസമ്പാദനവും ആഗ്രഹപൂർണവും സ്ഥാനമോഹവും ഇവയെല്ലാം ജീവിത ലക്ഷ്യമാക്കുമ്പോൾ, ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം. എങ്കിലേ ജീവിതം സാക്ഷ്യമാകൂ. സത്യവിശ്വാസിയെ, നമ്മുടെ ജീവിതം സാക്ഷ്യമായി തീരണമെങ്കിൽ പഴയ മനുഷ്യൻ്റെ പ്രധാന ലക്ഷണങ്ങളായ ഈ ലോകമോഹങ്ങളുടെ ജീർണത ഉപേക്ഷിച്ച് സത്യവാനായ ക്രിസ്തുവിൽ വളരുവാൻ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.